ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിങ് ഇൻപുട്ട് വേരിയൻസ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ 5ാമത്തെ വീഡിയോസാണ്. ഇതിന് മുന്നുള്ള 4 വീഡിയോസും കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെന്ന് അത്രയും ഉറപ്പ് വരുത്തുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്ക്. ആൻഡ് ഈ സെക്ഷൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ ഇത് വെച്ച് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുന്നേയുള്ള വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെന്ന് അത്രയും ഉറപ്പ് വരുത്തുക. ഓക്കെ, ഈ ഒരു സെഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. XYZ കമ്പനി മാനുഫാക്ചേഴ്സ് വാട്ടർ പമ്പ്സ് ആൻഡ് യൂസസ് എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സിസ്റ്റം. ദ സ്റ്റാൻഡേർഡ് ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റ് പെർ വാട്ടർ പമ്പ് ആർ ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആൻഡ് ആർ ഫോളോസ്. സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റാസ് വന്നിട്ടുണ്ട്. വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ് വന്നിട്ടുണ്ട്, ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുണ്ട്. ദെൻ താഴെ നോക്കുന്നുണ്ടെങ്കിൽ ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് നവംബർ. ആക്ച്വൽ ആയിട്ടുള്ള ഡാറ്റാസ് വന്നിട്ടുണ്ട്. 22,000 പമ്പ്സ് were produced, although 25,000 had been scheduled for production. Then 94,000 direct labor hours were worked at a total cost of 940,000. അപ്പോൾ ധാരാളം ഡാറ്റാസ് വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് നോക്കാം. The direct labor price variance for November was. Direct labor price variance ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. Direct labor price varianceൻ്റെ ഇക്വേഷൻ എന്താണ്? Direct labor price varianceൻ്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻടു ആക്ച്വൽ ഹവേഴ്സ്. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ റേറ്റ് ഇസ് $9 per hour. അതായത് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് $9 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ്. അപ്പോൾ ഡയറക്റ്റ്ലി കിട്ടിയല്ലോ $9 മൈനസ് ആക്ച്വൽ റേറ്റ്. ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റേറ്റ് എവിടെ തന്നിരിക്കുന്നത്? ഇവിടെ നോക്കുക. 94,000 direct labor hours were worked at a total cost of 940,000. അപ്പോൾ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് 94,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സിനായിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 940,000 ആണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് എത്രയാണ്? 940,000 ഡിവൈഡഡ് ബൈ 94,000 എത്രയാണ് കിട്ടുക? 10 അല്ലേ? അതായത് ടോട്ടൽ 94,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സിന് വന്നിരിക്കുന്ന കോസ്റ്റ് $940,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 940,000 ഡിവൈഡഡ് ബൈ 94,000 ദാറ്റ് ഈസ് 10. ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ആൻഡ് ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ്? ആക്ച്വൽ ഹവേഴ്സ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 94,000 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് അല്ലേ ആക്ച്വൽ ഹവേഴ്സ്. സോ ഇൻടു 94,000. അപ്പോൾ എത്ര കിട്ടുക? 9 മൈനസ് 10 into 94,000. That is minus $94,000. മൈനസ് $94,000 അല്ലെങ്കിൽ 94,000 അൺഫേവറബിൾ. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ച റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആയിരുന്നു. ബട്ട് ആക്ച്വലി അവിടെ വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ആണ് അല്ലേ? സോ അൺഫേവറബിൾ അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തതിലും ഡീവിയേറ്റ് ചെയ്തിട്ടില്ലേ? പ്ലാൻ ചെയ്തതിലും കൂടിയിട്ടുണ്ട്. 9 ആയിരുന്നു നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തത്, ബട്ട് നമുക്ക് വന്നിരിക്കുന്നത് 10 ആണ്. എത്രയാണ് അപ്പം വന്നിരിക്കുന്ന ഡയറക്റ്റ് ലേബർ പ്രൈസ് വേരിയൻസ് എത്രയാണ്? 94,000 അൺഫേവറബിൾ ആണ്. 94,000 അൺഫേവറബിൾ ആണ്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 9 മൈനസ് 10 ഇൻറ്റു 94,000 ദാറ്റ് ഇസ് മൈനസ് 94,000 ദാറ്റ് ഇസ് 94,000 അൺഫേവറബിൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, പക്ഷെ താഴെ നോക്കുക. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. എത്രയാണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് വരുന്നത് ക്വസ്റ്റ്യനിൽ? ഇവിടെ നോക്കുക. ദ സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ ടൈം പെർ യൂണിറ്റ് ഇസ് 4 hours. അതായത് ഒരു യൂണിറ്റിന് 4 ഹവേഴ്സാണ് സ്റ്റാൻഡേർഡ് ടൈം വേണ്ടത്. അങ്ങനെ എത്ര യൂണിറ്റ്സ് ആണ് ആക്ച്വലി നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എത്ര പമ്പ്സാണ്? 22,000 പമ്പ്സ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 22,000 പമ്പ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക. 22,000 ഇൻടു 4 ദാറ്റ് ഈസ് 88,000 ഹവേഴ്സ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ വരുന്നത്. എത്രയാണ്? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു യൂണിറ്റിന് 4 ഹവേഴ്സ് ആണ്. അങ്ങനെ 22,000 പമ്പ്സ് ആണ് നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ 4 into 22,000 ദാറ്റ് ഈസ്
88,000 മൈനസ് ആക്ച്വൽ ഹവേഴ്സ്. ആക്ച്വലി എത്ര ഹവേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 94,000 ആണ് ആക്ച്വൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എടുത്തിരിക്കുന്നത്. മൈനസ് 94,000 ഇൻടു സ്റ്റാൻഡേർഡ് റേറ്റ്. ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത് എത്രയാണ്? ദ സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ റേറ്റ് ഈസ് $9 9 ആണ്, $9. അതായത് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് $9 ആണ്. ആൻഡ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 88,000 എങ്ങനെയാണ് കിട്ടിയത്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഹവേഴ്സ് ആണ് വേണ്ടത്? 4 ഹവേഴ്സ് ആണ്. അങ്ങനെ 22,000 പമ്പ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 4 into 22,000 ദാറ്റ് ഈസ് 88,000 ഹവേഴ്സ് മൈനസ് ആക്ച്വൽ ഹവേഴ്സ് 94 ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 9 ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 88,000 മൈനസ് 94,000 ഇൻടു 9 ദാറ്റ് ഈസ് മൈനസ് 54,000 അതായത് 54,000 അൺഫേവറബിൾ ആണ്. 54,000 അൺഫേവറബിൾ ആണ് ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് നമുക്ക് കിട്ടുന്നത്. സോ ഈ രണ്ട് എക്സ്പ്ലനേഷനിലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.